ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് ആയിരിക്കാൻ ദൈവം തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം കഴിഞ്ഞ് ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. 4-ാം അധ്യായത്തിൽ നാം പഠിച്ചത് ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്യന്ത ശക്തി എന്ന് പറഞ്ഞ സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷം, അത്യന്ത ശക്തിയുള്ള തേജസ്സുള്ള സുവിശേഷം നമ്മുടെ മൺകൂടാരങ്ങളിലാണ് പകർന്നിരിക്കുന്നത്. മൺകൂടാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബലഹീനമാണ്. ആ ബലഹീനമായ നമ്മുടെ ശരീരത്തിൽ വലിയൊരു ദൈവത്തിന്റെ ഒരു വലിയ ശക്തിയുള്ള സുവിശേഷത്തെ പകർന്നിരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ കരുണയാലാണ്, ഞാൻ വായിക്കാം, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സുവിശേഷത്തിന്റെ അത്യന്ത ശക്തിയെ മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്, ഇത് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ടാണ് ഉണ്ടായത്. ഞങ്ങളുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് പറയുന്നു. അവിടെ കഴിഞ്ഞ് നമ്മൾ 4-ാം അധ്യായം തുടർന്ന് കാണുന്നുള്ളൂ. ആ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ആ ഡൈനാമിക് പവർ അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ഈ മൺകൂടാരത്തിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ശരീരം ബലഹീനമാണ്, എങ്കിലും ഞങ്ങളുടെ ഒരു ഹൃദയത്തിൽ ഒരു അത്യന്ത ശക്തി, അല്ലെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു അത്യന്ത ശക്തി ദൈവം പകർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നില്ല, ഞങ്ങൾക്ക് തളരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, ഞങ്ങൾ വീണ് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് നശിച്ചൊന്നും പോകുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്നിട്ട് അവസാനം നമ്മൾ കണ്ടത്, 4-ാം അധ്യായം അവസാനം കണ്ടത്, അതുകൊണ്ട് 16-ാം വാക്യം, അതുകൊണ്ട് അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് നൊടിനേരത്തേക്കുള്ള ഒരു അത്യന്ത ഈ കഷ്ടങ്ങളെ ഞങ്ങൾക്ക് ആ വരുവാനുള്ള തേജസ്സിന്റെ അത്യന്ത ഘനം ഓർക്കുമ്പോൾ, നിത്യമായ തേജസ്സിന്റെ ആ ഘനം ഓർക്കുമ്പോൾ ഈ നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുകയാണെന്ന് പറയുന്നു. പൗലോസ് അപ്പോസ്തലന്റെ കഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് ദീർഘകാലമുള്ളതായിരുന്നു, അതിശക്തമായിരുന്നു, എങ്കിലും താൻ പറയുകയാണ് അത് നൊടിനേരത്തേക്കുള്ളതാണ്, അത് ലഘുവായതാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം? ആ നിത്യ തേജസ്സിന്റെ ആ ഘനം ഓർക്കുമ്പോൾ അതിനെ ഒന്ന് ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ ബലഹീനതകളും കഷ്ടപ്പാടുകളെയും മറ്റേത് താരതമ്യം ചെയ്യുമ്പോൾ ആ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ചെറുതാണ്. ഇത് കുറെ കാലം ഉണ്ടായിരുന്നു, 10-60 വർഷത്തോളം 10-30-40 വർഷത്തോളം പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. എങ്കിൽ തന്നെയും പറയുകയാണ് അത് നൊടി നേരത്തേക്കുള്ളതാണ്. കാരണം നിത്യമായ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ, വരാൻ പോകുന്ന മഹത്വം ഓർക്കുമ്പോൾ ഈ കാലത്തെ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്ന് എണ്ണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 5-ാം അധ്യായത്തിൽ കടന്നു വരികയാണ്. അപ്പൊ ആ സുവിശേഷത്തിന്റെ അത്യന്ത ശക്തികളാണ് ഞങ്ങൾ നടക്കുന്നത്, കരുണ ലഭിച്ചിട്ടാണ് ഞങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടാകെ. പക്ഷെ ഞങ്ങൾക്ക് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നോക്കുമ്പോൾ, വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ആ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇനി 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, ബലഹീനമായ ഞങ്ങളുടെ ഈ ഭൗമമായ ശരീരം അഴിഞ്ഞു പോയാൽ നിത്യമായി ഒരു ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നു. അപ്പം ഈ ലോകത്തിലെ ഈ ബലഹീനമായ ഈ മൺപാത്രമായ ശരീരത്തെയും കിട്ടുവാനിരിക്കുന്ന, ഇനി അന്ത്യകാലത്ത് ദൈവം തരുവാനിരിക്കുന്ന ആ നിത്യ തേജസ്സിന്റെ ഘനമുള്ള ആ തേജസ്സുള്ള ശരീരത്തെയും സ്വർഗീയ ശരീരത്തെയും കുറിച്ച് താൻ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭൗമികമായ ശരീരത്തെയും ഇനി ലഭിക്കാൻ പോകുന്ന തേജസ്സുള്ള അനിത്യമായ ശരീരത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ 5-ാമത്തെ 5-ന്റെ 1 ഞാനൊന്ന് വായിക്കാം.
നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞാൻ POC ബൈബിള് വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, അറിയുന്നു എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ. നമ്മൾ എപ്പോഴും പറയും, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ നമ്മളൊന്ന് ഐ ഹോപ്പ് അല്ലെങ്കിൽ ഐ ബിലീവ് എന്നൊക്കെയാ പറയാം. നമുക്കൊരു ഉറപ്പും ഇല്ല അല്ലേ? പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പായിട്ട് പറയാണ്, ഐ നോ ഇറ്റ്, ഞാൻ അറിയുന്നു അല്ലേ? ആ അറിയുന്നു എന്ന്, ഞാൻ ഹോഫോറൊന്നും അല്ല, ഞാനിങ്ങനെ അതിനൊന്ന് പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് സംശയമൊന്നും ഇല്ല. ഞാൻ തീർച്ചയായിട്ടും അറിയുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ദൈവത്തിന്റെ ദാനമായ ഒരു സ്വർഗീയ ഭവനം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പം ബലഹീനമായ ഞങ്ങളുടെ ആ ശരീരം നഷ്ടമാവുകയും എന്താണ് തനിക്ക് ഉറപ്പുള്ളത്, തനി അറിയുന്നത്, ബലഹീനമായ ഞങ്ങളുടെ ഈ ഭൗമ ശരീരം നശിച്ചു പോവുകയും ദൈവം ഞങ്ങൾക്ക് ഒരു സ്വർഗീയ ശരീരം നൽകുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്നു. എങ്ങനെയാണ് പൗലോസിന് ഈ അറിവ് ലഭിച്ചത്? പൗലോസിന്റെ കാലത്ത് ഈ വചനങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നല്ലേ? പൗലോസ് നമുക്ക് ഇതൊക്കെ എഴുതി തന്നത്. എങ്ങനെയാ കിട്ടിയത്? 1 കൊരിന്ത്യരിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറയുന്നുണ്ടല്ലേ. കർത്താവിൽ നിന്ന് ലഭിച്ച് നമുക്ക് കേൾപ്പിച്ചു തന്നു. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് ഏൽപ്പിച്ചു തന്ന നല്ല ഉറച്ച വിശ്വാസം, നമുക്ക് എഴുതി കിട്ടിയിട്ട് നല്ല വിശ്വാസമൊന്നുമില്ല അല്ലേ? അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയണം, ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. കൂടാരം, ഞാൻ ഓരോ വാക്കുകൾ എടുത്തു പറയാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കണം. കൂടാരമായ നമ്മളുടെ ഭൗമിക ഭവനം എന്ന് പറഞ്ഞാൽ അവർ എർത്ത്ലി ഹോം. വേറെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് പറയുന്ന ദിസ് ടെന്റ് എന്നാ പറയുന്നത്. നമുക്കറിയാം കൂടാരം ഒരു ടെന്റ് ആണ്, കൂടാരമാണ്. നമ്മുടെ ഈ ശരീരത്തെ, നമ്മുടെ ഈ വാസസ്ഥലം, ഈ ഭൗമിക ഭവനം എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ താമസിക്കുന്ന ഒരു വീടിനെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊന്നുമല്ല, ഈ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ഭൗമിക ശരീരത്തെയാണ് പറയുന്നത് കൂടാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ ഒരു ടെന്റ് അല്ലെങ്കിൽ കൂടാരത്തോട് എന്താ പറയുന്നത് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ശരീരത്തെ ഒരു കൂടാരം അല്ലെങ്കിൽ ഒരു ടെന്റിനോടും നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ ശരീരത്തെ ഒരു കെട്ടിടത്തോടും ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് കൂടാരം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അത്ര നമുക്ക് നമ്മുടെ ഈ സമയത്ത് കൂടാരം എന്നൊക്കെ പറയുമ്പം നമുക്ക് ഉറപ്പുള്ള കെട്ടിടങ്ങളാ, വീടുകളായിട്ടൊക്കെ ഉള്ളതല്ലേ. അന്നത്തെ കാലത്ത് കൂടാരങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെറ്റഫറാ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലന്റെ ജോലി എന്തായിരുന്നു? ഒരു ടെന്റ് മേക്കർ ആയിരുന്നു അല്ലെ, ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഫ്രജൈലാ അല്ലേ, അത് എപ്പ വേണേലും പൊളിഞ്ഞു പോകാവുന്നതാ, വലിയ സുരക്ഷിതത്വം ഒന്നും ഇല്ലാത്തതാ, നല്ല വിലയുള്ളതൊന്നും അല്ല. കെട്ടിടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ചീപ്പായ ഒരു സംഭവമാണ് കൂടാരം, പൊളിച്ചു മാറ്റാവുന്നതാണ്. എപ്പോഴും നല്ലൊരു കാറ്റടിച്ചാൽ അത് താഴെ വീഴുന്നതാ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂടാരമായിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെ പൗലോസ് അപ്പോസ്തലൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം ഒരു കൂടാരം പോലെയാണ്. അത് ഫ്രജൈലാണ്, അല്ലെങ്കിൽ അത് ബലഹീനമാണ്, അത് അഴിഞ്ഞു പോകുന്നതാണ്, അത് എപ്പോഴും പൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്, രോഗത്തിനും മരണത്തിനും അധീനമായതാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് കേടുവരുന്നതുമാണ് അല്ലെ. ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും.
കുറെ നാള് മരുഭൂമിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെട്ടെന്ന് ഏജ്ഡ് ആയി പോകും അല്ലെ. നമുക്കറിയാം ഈ പുകവലിക്കും സ്മോക്കിങ്ങും അല്ലെ ഡ്രഗ്സും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സ്കിന്നിനേക്കാളും അവരുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞായിരിക്കുന്നല്ലേ. ആ ഓരോ കാലാവസ്ഥയുടെയും ഓരോ സാഹചര്യങ്ങളുടെയും അനുസരിച്ച് നമ്മുടെ ഈ ശരീരം പൊളിഞ്ഞു പോകാവുന്നതാണ് അല്ലെ. അപ്പൊ രോഗങ്ങൾ വരുമ്പോ പെട്ടെന്ന് പൊളിഞ്ഞു പോകാവുന്നതാണ്. അപ്പൊ ആ ഒരു കൂടാരം ഇപ്പൊ നല്ലൊരു കാറ്റടിച്ചാൽ പോകാം, ഒരു വെള്ളപ്പൊക്കം വന്നാൽ എല്ലാം പോകുന്ന ഒരു സംഭവം ആ ഒരു കൂടാരം അല്ലെ. അതുകൊണ്ട് അതേപോലെ ഒരു സംഭവമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരവും പെട്ടെന്ന് പൊളിഞ്ഞു പോകാവുന്നതാണ് എന്ന് പറയുന്നു. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഈ കൂടാരം പൊളിഞ്ഞു പോകുന്നതാണെന്നാ പറയുന്നത് അല്ലെ. വായിക്കാം 2 പത്രോസ് 1:13-14 വാക്യങ്ങൾ. 2 പത്രോസ് 1:13-14 പൊളിവാനായിരിക്കുന്നതാണ്. ഇപ്പൊ പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നാ പറയുന്നത്. വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കയാൽ ഞാൻ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ താമസിക്കുന്ന ഭവനമല്ല, അത് ഈ കൂടാരം എന്ന് പറയുന്നത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് തന്റെ ശരീരം എന്ന കൂടാരം അത് പൊളിഞ്ഞു പോകുവാനിരിക്കുന്നതാണ്. താൻ മരണത്തോട് അടുത്ത സമയത്ത് എഴുതുന്നതാണ്. അപ്പൊ ഇത് പൊളിഞ്ഞു പോകാനിരിക്കുന്നതാണ് എന്ന് പറയുന്നു. പഴയ നിയമത്തിലും നമ്മൾക്ക് കൂടാരം എന്ന് കാണുവാനായിട്ട് കഴിയും. യോബിന്റെ പുസ്തകം, ഞാൻ മിക്കവാറും പറയുന്ന ഒരു വാക്യമാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നതിൽ എത്ര ശരീരം. കാരണം മൺപാത്രത്തിനോട് ഉപമിച്ച്, അല്ലെങ്കിൽ ഒരു മണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു മണ്ണിനോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് 20-ാമത്തെ വാക്യം, ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നു പോകുന്നു, ആരും ഗണ്യമാക്കാത്തവർ എന്നേക്കും നശിക്കുന്നതാണ്, പൊളിഞ്ഞു പോകുന്നതാ. പിന്നെ 21-ാമത്തെ വാക്യം, അവരുടെ കൂടാരക്കയർ അറ്റുപോയിട്ട് അവിടെയും കൂടാരം എന്നാ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടൊരു വാക്യമാണ്, എത്രയോ പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടും കണ്ണിപ്പെടാത്തൊരു വാക്യമായിരുന്നു. അത് കൂടാരക്കയർ എന്നാ പറഞ്ഞത്. അവിടെയും കൂടാരക്കയറെന്ന് പറയുന്നുണ്ട്, കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കൈപ്പണിയായ മന്ദിരം എന്നാ പറയുന്നത്. നമ്മുടെ കർത്താവും പറയുന്ന കൈപ്പണിയായ മന്ദിരം എന്നാണ് പറയുന്നത്. മർക്കോസ് 14:58. മർക്കോസ് 14:58 വായിക്കാം. ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം കൈപ്പണിയായ മന്ദിരം പൊളിച്ചിട്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് പണി എന്ന് വെച്ചാൽ അവിടെ കൈപ്പണിയായത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതെന്നാണ്. അപ്പം ഈ ലോകത്തിന്റെ സൃഷ്ടിയോടനുബന്ധിച്ചുണ്ടായതാണ് ഭൗമികമായ ഈ ശരീരം. അതുകൊണ്ടാണ് അവിടെ കൈപ്പണിയായത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു കൈപ്പണി അല്ലാത്ത എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായത് എന്ന് വെച്ചാൽ സ്വർഗീയമായത് എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ കൈപ്പണിയായതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടത് എന്നും, കൈപ്പണി അല്ലാത്തതെന്ന് പറയുമ്പോൾ സ്വർഗീയമായതിന്റെ സൃഷ്ടിയിൽ, ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും എന്നർത്ഥം, അല്ലെങ്കിൽ സ്വർഗീയമായത് എന്ന് അർത്ഥം. ഓക്കെ, നമുക്ക് എവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് 5:1 വരാം. കൂടാരം മനസ്സിലായല്ലോ, പെട്ടെന്ന് അഴിഞ്ഞു പോകാവുന്നതാണ്, അത് കൈപ്പണിയായതാണ് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതാണ്. അതിന് കൈപ്പണിയല്ലാത്ത നമുക്കൊരു ഭവനം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ കൂടാരം അഴിഞ്ഞു പോയാൽ എപ്പോഴാണ് ഈ കൂടാരം അഴിഞ്ഞു പോകുന്നത്? നമ്മുടെ മരണത്തോടു കൂടെ നമ്മുടെ ഈ കൂടാരം അഴിഞ്ഞു പോകുന്നു. മരണസമയത്ത് നമ്മുടെ ആത്മാവും ദേഹവും ദേഹിയും തമ്മിൽ വേർപെടുന്നു. ആത്മാവും ദേഹിയും ആ കർത്താവായ യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുകയും മരണത്തോടുകൂടി നമ്മുടെ ശരീരം കല്ലറയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പൊടിയായി വീണ്ടും മണ്ണിലേക്ക് പോകുന്നു. അപ്പം മരണത്തോടുകൂടെ നമ്മുടെ ആത്മാവും ദേഹവും വേർപെടുന്നു. ദേഹം പൊടിയിലേക്കും
ദേഹിയും ആത്മാവും സൃഷ്ടിച്ച ദൈവത്തിങ്കലേക്കും പോകുന്നു. സഭാപ്രസംഗി 12:7 നമുക്ക് വായിക്കാം. പറയുന്ന സൃഷ്ടാവായ ദൈവത്തിങ്കലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ദേഹവും ആത്മാവും സൃഷ്ടാവായ ദൈവത്തിങ്കലേക്ക് പോകുന്നു. സഭാപ്രസംഗി 12:17 പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചെല്ലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗമിക ശരീരം, നമ്മുടെ ജഡം. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. കൊലോസ്യ ലേഖനം പറയുന്നു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ അല്ലെ. വായിക്കാം കൊലോസ്യ ലേഖനം 3:3-4. കൊലോസ്യ ലേഖനം 3:3-4. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പം നമ്മുടെ ശരീരം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പൊടിയിലേക്ക് പോവുകയും നമ്മുടെ ആത്മാവും ദേഹിയും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. അപ്പം ഈ ശരീരം ഈ പഠിച്ചതിന്റെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ശരീരം അഴിഞ്ഞു പോകുന്നതാണ്. ഇത് അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാരെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഞങ്ങൾ ഇവിടെ അന്യരും പരദേശികളും ഒക്കെയാണെന്ന് അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് നാം. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ചെറിയ ജീവിതത്തിന്റെ ഭാഗമാണ് നാം. അപ്പം നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഒത്തിരിയും കാലം ജീവിക്കുമെന്നല്ലേ. അല്ല, ഇത് പൊളിഞ്ഞു പോകാവുന്നതാണ്. എപ്പ വേണേലും പൊളിഞ്ഞു പോകാം. കർത്താവ് വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടതാണ്. ഉൽപ്പത്തി 47:9 യാക്കോബ് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണ് എന്ന് പറയുന്നു അല്ലെ. അങ്ങനെയാണ് അവരെല്ലാവരും പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് വായിക്കാം. തന്റെ പരദേശ പ്രയാണത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ചെറിയ ജീവിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിക്കാം. വായിച്ചു വിടുന്നേ ഉള്ളൂ. ഉൽപ്പത്തി 47:9 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. 130 സംവത്സരം ആയിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളതത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടില്ല. അപ്പൊ ആ പരദേശ പ്രയാണം എന്ന ഈ ലോകത്തിലെ ജീവിതത്തെ താൻ പറയും. 130 വർഷം താൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുവെങ്കിലും അതിനെ പറയുന്ന ഒരു പരദേശ പ്രയാണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മളിവിടെ പ്രവാസികളും പരദേശികളുമാണ് എന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ എന്ന് പറയുന്നുണ്ട്. അത്രയും വായിച്ചാൽ മതി. പരദേശികളും പ്രവാസികളും എന്ന് പറയുന്നു. നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ പറയുന്നത് പരദേശികളാണ്. അവര് വാഗ്ദത്തം ലഭിച്ചവരാണെങ്കിൽ അവർ ദൂരെ നിന്ന ദൈവം ശില്പിയായി നിർമ്മിച്ചതും ആ കെട്ടിടത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. സ്വർഗീയമായ ഒരു കെട്ടിടത്തിന് വേണ്ടി കാത്തിരുന്നു. കാരണം അവർക്കെല്ലാം വാഗ്ദത്തം ലഭിച്ചതാണെങ്കിൽ അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അതിനെ കണ്ട് അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം കർത്താവ് പറയുന്നു, ഈ മന്ദിരം പൊളിപ്പീൻ എന്നാ പറയുന്നത്. മന്ദിരം എന്നാ പറയുന്നത് അല്ലെ. കൊലോസ്യ ലേഖനം 2:11 പറയുന്നു, ജഡശരീരം മുരിഞ്ഞു കളവാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വായിക്കുന്നില്ല. ജഡശരീരം മുരിഞ്ഞു കളഞ്ഞതിനാൽ എന്നവിടെ വായിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം നമ്മൾ പഠിച്ചാണല്ലോ. അതിനെ പറയുന്നത് ഒരു മൺപാത്രം എന്നാ പറയുന്നത്. അത് എപ്പോൾ വേണേലും പൊട്ടിപ്പോകാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ എന്ന് പറയുന്നുണ്ട്. ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, നമുക്ക് അഴിഞ്ഞു പോയാൽ എന്തോ കിട്ടും? നമുക്ക് കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്കുണ്ട്. അപ്പം കൂടാരം പോയാൽ കെട്ടിടം ലഭിക്കും. അപ്പം കൂടാരം പോയാൽ കെട്ടിടം ലഭിക്കും അല്ലെ.
ഈ ഈ നമ്മുടെ ഈ കാലത്തേക്ക് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഒക്കെ പറയുന്നത്, നിങ്ങൾ കൂടാരത്തിൽ ഈ ഭൗതികമായ ഒരു പാർപ്പിടത്തെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്. കൂടാരമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് വലിയൊരു കെട്ടിടമൊക്കെ കിട്ടുമെന്ന്. അതല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ശരീരം കൂടാരമാണ്. അത് പോയാൽ നമുക്ക് ഒരു കെട്ടിടം ദൈവം തരും. ആ കൂടാരത്തിന്റെ പ്രത്യേകത പറഞ്ഞു, അത് ഫ്രജൈലാണ്, അത് ബലഹീനമാണ്, അത് ചീപ്പാണ്, അതുപോലെ തന്നെ അത് സ്ഥിരമല്ലാത്തതാണ്. നമുക്ക് കിട്ടാൻ പോകുന്ന കെട്ടിടം സ്ഥിരമായതാണ്, ബലമുള്ളതാണ്, എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ അത് വിലയുള്ളതാണ്. അപ്പം നമുക്ക് കൂടാരം മാറിയിട്ട് നമുക്ക് കെട്ടിടം ലഭിക്കും. അത് തേജസ് ഉള്ളതാണ്, അല്ലെ? അത് തേജസ് ഉള്ളതാണ്. അപ്പം ഒരു സ്ഥിരമായുള്ളതും ഒരു ബലമുള്ളതുമായ അല്ലെങ്കിൽ വിലയേറിയതും തേജസ് ഉള്ളതുമായ ഒരു സംവിധാനത്തിൽ നാം ആയിരിക്കും. നമുക്കൊരു തേജസ് ഉള്ള സ്വർഗീയ ശരീരം ലഭിക്കും. അപ്പം സ്വർഗീയമായി നമുക്ക് ലഭിക്കാനുള്ള ആ ഒരു ശരീരത്തെ കെട്ടിടത്തോട് ഉപമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കൈപ്പണിയല്ലാത്ത നിത്യഭവനം, മുമ്പേ പറഞ്ഞു, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ഒരു നിത്യഭവനം നമുക്ക് കിട്ടും. ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഭൗമികമായതല്ലാത്ത ഒരു കെട്ടിടം നമുക്ക് കിട്ടും. അപ്പൊ ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ സംവിധാനങ്ങളും ക്രമീകരണങ്ങളോടൊക്കെ കൂടിയതാണ്. പക്ഷെ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യം. അത് സ്വർഗത്തിൽ ജീവിക്കാനുള്ള ആ സംവിധാനങ്ങളോട് കൂടിയത് ആണ്. അപ്പം കാണാത്തത് നിത്യമായി നമുക്ക് ലഭിക്കും. സ്വർഗീയമായ ഒരു കെട്ടിടം അല്ലെങ്കിൽ സ്വർഗീയമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:5, 6, 7 പറയുന്നു, ഈ ലോകത്തിലുള്ളത് മുഴുവൻ താൽക്കാലികമാണ്, എല്ലാം അഴിഞ്ഞു പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അത് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 2 പത്രോസ് 3:5, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ടു ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് മനസ്സോടെ അറിയുന്നു. എല്ലാം നമ്മളുടെ ശരീരവും നശിക്കും, ഈ ആകാശവും ഭൂമിയും എല്ലാം നശിച്ചു പോകുന്നതാണ്. അപ്പൊ അതെല്ലാം നശിച്ചു പോയി കഴിയുമ്പോൾ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനത്തിൽ നാം എത്തിച്ചേരുകയും കൈപ്പണി അല്ലാത്ത ഒരു നിത്യ ശരീരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഹീബ്രൂസ് 9:11 പറയുന്നു, ഒരു നിത്യമായ കൈപ്പണിയല്ലാത്ത സ്വർഗീയമായ ഒരു വാസസ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. ഹീബ്രൂസ് 9:11 and 12. കൈപ്പണി അല്ലാത്ത എന്നുള്ള ആ വേർഡ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ അത് വായിക്കുന്നത്. എബ്രായർ 9, 11, 12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്, ശ്രദ്ധിക്കണേ, കൈപ്പണിയല്ലാത്തതായി എന്നു വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ. അപ്പൊ ഈ ഭൗമികമായ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ, ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ, ലോകവും അതിലുള്ളതൊക്കെയും ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്ന ആ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലുള്ള സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പം കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത് കൊണ്ടാണ് ഈ കൂടാരമെല്ലാം പോയിട്ട് നമുക്ക് ഒരു കെട്ടിടം ആയ ഒരു ശരീരം നമുക്ക് ലഭിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആർക്കും ലഭിക്കയില്ല. അവരുടെ കൂടാരം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു നല്ലൊരു കെട്ടിടം, കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം, നിത്യ തേജസ്സുള്ള ഒരു കെട്ടിടം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നു. ഓക്കെ, ആ നിത്യമായ കൂടാരം അല്ലെങ്കിൽ ആ നിത്യമായ ശരീരം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നാം പറഞ്ഞു, ഈ ഭൗമികമായ കൂടാരം അഴിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ മരണത്തോട് കൂടെയാണ് ഈ ഭൗമികമായ നമ്മുടെ ഈ കൂടാരം അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം, നാം ആയിരിക്കുന്ന ഈ ശരീരം അഴിഞ്ഞു പോകുന്നത്, നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു. പക്ഷെ ഈ സ്വർഗീയമായ കൂടാരം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്?
നമ്മൾ മരിച്ചാൽ ഉടനെ നമുക്ക് ലഭിക്കുമോ? ഇല്ല. നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹിയും ആത്മാവും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. പക്ഷെ നമ്മൾക്കൊരു സ്വർഗീയമായ ശരീരം, അല്ലെ തേജസ്സുള്ള ശരീരം ലഭിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനോട് കൂടെയാണ്, അല്ലെങ്കിൽ ഉൾപ്രാപണം എന്ന് പറയും. വായിക്കാം. അപ്പൊ നമുക്ക് ശരീരം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഭൗമ ശരീരം നഷ്ടമാവുമെങ്കിൽ നമുക്ക് സ്വർഗീയ ശരീരം അന്നേരം ലഭിക്കുന്നില്ല. നമുക്ക് സ്വർഗീയ ശരീരം ലഭിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കലാണ്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. വായിച്ചുവിടാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേക്കാൻ മേഘങ്ങളെടുക്കും. ആ സമയത്താണ് നമുക്ക് ശരീരം ലഭിക്കുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിച്ചവർ ആ ശരീരം രൂപാന്തരപ്പെട്ട് ഒരു സ്വർഗീയ ശരീരം അവര് അപ്പോൾ തന്നെ പ്രാപിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ ശരീരം കൂടാരമാണ്, അത് പൊളിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ സംവിധാനങ്ങളോട് കൂടിയുള്ളതാണ്. അത് കഴിയുമ്പോൾ നമുക്കൊരു സ്വർഗീയമായ ഒരു കെട്ടിടം ലഭിക്കും. ഉറപ്പുള്ള സ്ഥിരമായ ഒരിക്കലും നശിച്ചു പോകാത്ത തേജസ്സോടു കൂടിയ ശരീരം. അത് സ്വർഗത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളോടും സെറ്റപ്പോടും കൂടി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം നമുക്കുണ്ട്. അപ്പം അത് ദൈവത്തിന്റെ ദാനമാണ്. വിലയേറിയതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഒരിക്കലും ഒക്കുന്നതല്ല. അതുകൊണ്ടാണ് ദൈവം നമുക്ക് അങ്ങനെ ഒരെണ്ണം തന്നിരിക്കുന്നത്. ഒരു മനുഷ്യനും കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ഒക്കത്തില്ല. രക്ഷ മുതൽ തേജസ്കരണം വരെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മഞ്ഞും മഴയും എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്ന മുഴുവൻ. നമുക്ക് നമ്മളുടെ ഒരു ശ്വസിക്കുന്ന വായു പോലും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം, അല്ലേ? അതുകൊണ്ട് എല്ലാം ദാനമായിട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് വിലയേറിയതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അത് ദൈവത്തിന്റെ ദാനമായൊരു സ്വർഗീയ ഭവനം നമുക്ക് ഉണ്ട്. അപ്പം നാം സ്വർഗത്തിലുണ്ട്, നാം സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ടല്ലേ ഫിലിപ്പിയർ ലേഖനം 3:21 പറയുന്നു, ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരം മാറി ഞങ്ങളെ മഹത്വമുള്ള ശരീരമായി തീരുമെന്ന് പറയുന്നു. വായിക്കാം. ഫിലിപ്പിയർ 3:20-21 എല്ലാം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ആ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നാം പഠിച്ചതാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നാം പഠിച്ചതാണ്. ഈ ദ്രവത്വമുള്ളത് മാറി നമുക്ക് അദ്രവത്വമായ ഒരു ശരീരം ലഭിക്കുമെന്ന് പറയുന്നു. ഞാൻ വായിച്ചു വിടാം. 15-47 മുതലുള്ള വാക്യങ്ങൾ വിശദമായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ വായിച്ചു വിടുന്നതേ ഉള്ളൂ. 1 കൊരിന്ത്യർ 15:47 മുതൽ 54 വരെ പുസ്തകം തുറന്ന് നമുക്ക് നോക്കാം. ഞാൻ വായിച്ചു വിടാം. നമുക്ക് ഈ ദ്രവത്വമുള്ളത് മാറി അദ്രവത്വമുള്ളത് കിട്ടും. 15:47 ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അപ്പം
നമുക്ക് ദ്രവത്വമുള്ളത് മാറി അദ്രവത്വമായ ഒരു ശരീരം. നാം ഇപ്പോൾ ആ ഒന്നാം മനുഷ്യനായ ആദമിന്റെ ആ പ്രതിമ പ്രകാരമാണ് ഇനി നാം സ്വർഗീയനായ കർത്താവിന്റെ പ്രതിമ പ്രകാരമായി തീരും എന്നാണ് എന്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യം. അപ്പം ഭൗമികമായ നമ്മുടെ ഈ കൂടാരം അഴിഞ്ഞു പോയാൽ ദൈവത്തിന്റെ കൈപ്പണിയായി, കൂടാരമായ നമ്മുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അറിയുന്നു. ഇപ്പോൾ നമ്മളും അറിയുന്നു, നമ്മൾ വചനം പഠിച്ചു, നാമും അറിയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ സംശയമൊന്നും ഇല്ലല്ലോ. കൂടാരം മാറി നമുക്ക് കെട്ടിടം കിട്ടും. കൂടാരം അഴിഞ്ഞു പോകുന്നതാണ്, കെട്ടിടം എന്ന് പറയുന്നത് സ്ഥിരമായതാണ്, നിത്യ തേജസ്സുള്ളതാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഓക്കെ, അത് സ്ഥിരമായതാണ്. രണ്ടാമത്തത്, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. രണ്ടും മൂന്നും കൂടാണ്, ഒന്നുകൂടെ വായിക്കാം. ഈ കൂടാരത്തിൽ, ഈ ശരീരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പൊ ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ, ഇപ്പൊ നമ്മൾക്കും അതങ്ങനെ പറയാം. ഒരു വിശ്വാസി ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെ? എന്തിനു വേണ്ടിയാണ് അരങ്ങിക്കൊണ്ടിരിക്കുന്നത്? സ്വർഗീയമായ തേജസ്സുള്ള ഒരു നിത്യ ശരീരം പ്രാപിപ്പാൻ വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തിനാ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചിന്തകൾക്ക്, ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി നാം ഞരങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ ജഡീകരാണെങ്കിൽ, വിശ്വാസികളും ജഡീകരുണ്ടല്ലേ, ജഡീകരാണെങ്കിൽ നാം ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദേഹി ഞരങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആത്മീകരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ദൈവം തന്നൊരു ആത്മാവുണ്ട്, പക്ഷെ അത് ഞരങ്ങിക്കൊണ്ടിരിക്കും. ഇതിന്റെ സ്വഭാവം എങ്ങനെങ്കിലും ഒന്ന് മാറണേ എന്നല്ലേ. അപ്പം അവിടെ അകത്ത് രണ്ട് മനുഷ്യന്റെ ഹൈറ്റാ നടക്കുന്നത് അല്ലേ. നമ്മുടെ ആത്മാവ് സ്വർഗീയത്തിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ദേഹി എന്തോ ചെയ്യും? നമ്മുടെ ജഡവും കൂടെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, കൂടുതലായി അടുത്ത് വരുമ്പോൾ, പൗലോസ് അപ്പോസ്തലനെ പോലെ നമ്മുടെ ആത്മാവും ഞരങ്ങും. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗീയമായ ഒരു തേജസ്സുള്ള ശരീരം ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ പൗലോസ് പറയുകയാണ്, ഞങ്ങള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗീയമായ ആ ശരീരം കിട്ടുവാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. റോമാലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, ആ ഒരു ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 8:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതിനകത്ത് ഈ ലോകത്തിന്റെ സൃഷ്ടി പോലും മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറ്റിയത്? മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായാണ് ഈ സൃഷ്ടിയിലും നാശം സംഭവിച്ചത് അല്ലെ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ തേജസ്കരണത്തോടു കൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടിക്കും ഒരു മാറ്റം വരുമെന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടികളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അവരായിരിക്കും ആഗ്രഹിക്കുന്നത്. അവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോമാലേഖനം പറയും. നമുക്ക് എട്ടാം അധ്യായത്തിലേക്ക് പോകാം. റോമാർ ലേഖനം 8:19 വായിച്ചിട്ടുള്ളതേ ഉള്ളൂ, നമുക്കറിയാവുന്നതാണല്ലോ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മള് തിരസ്കരിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടികളെല്ലാം കാത്തിരിക്കുകയാണ്. അവര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സർവസൃഷ്ടിയും, ലോകം മുഴുവൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളം ഞരങ്ങുന്നു. അവസാനം നമ്മളെ കുറിച്ച് പറയുന്നല്ലേ, നാമും ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നാമും ഞരങ്ങുകയാണ് ചെയ്യുന്നത്. എന്തിനാ?
ഒരു വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ ഈ ഭൗമിക ശരീരം കൂടാരമായത് പൊളിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു നിത്യഭവനം ദൈവം തേജസ്സുള്ളത് നിത്യമായിട്ടൊരു ഭവനം നമുക്ക് തരും, അല്ലെങ്കിൽ ഒരു കെട്ടിടം നമുക്ക് തരുമെന്ന് അറിഞ്ഞത് കൊണ്ട് ആ നിത്യമായ തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി ഉള്ളിലെ മനുഷ്യൻ ഞരങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ടവിടെ പറയുന്നു, ഞങ്ങളുടെ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ലായിരിക്കുന്നു, ഞങ്ങൾ ഉടുപ്പുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അകത്ത മനുഷ്യനെ കുറിച്ചാ പറയുന്നത്. ആ അകത്ത മനുഷ്യന്റെ നഗ്നനല്ല. കാരണം രക്ഷിക്കപ്പെട്ട ആത്മാവിന് താൽക്കാലികമായി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉടുപ്പാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെട്ട ആത്മാവിന് ദൈവം അകത്ത മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉടുപ്പാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഞങ്ങൾക്ക് ഉടുപ്പുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ നഗ്നരല്ല, ഞങ്ങൾക്ക് ഈ ഒരു ശരീരമുണ്ട്, ഞങ്ങളുടെ അകത്ത മനുഷ്യൻ. നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെയെന്നല്ലേ, ആ അവൻ എന്ന് പറയുന്ന ആ പ്രാണനാണ്. ആ പ്രാണന്റെ ഉടുപ്പാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശരീരമുണ്ട്, അതുകൊണ്ട് നാം നഗ്നരല്ല, അത് നശിച്ചു പോകുന്നതാണ്. ഈ ശരീരം ഇരുന്നു കൊണ്ട് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ നശിച്ചു പോകാവുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവ് അസ്വർഗീയമായ ശരീരത്തിനു വേണ്ടി വാഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഈ കൂടാരത്തിൽ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എന്ന് നമുക്കൊരു ശരീരമുണ്ട്. ആ അകത്ത മനുഷ്യന് ഒരു പുറമേ ഉള്ള ശരീരമുണ്ട്, അത് താൽക്കാലികമാണ്. അത് നശിച്ചു പോയാൽ ഒരു സ്വർഗീയ ശരീരം കിട്ടും. ആ ശരീരം കിട്ടുവാൻ വേണ്ടി അകത്ത മനുഷ്യൻ വാഞ്ചിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശയും പ്രത്യാശയും ഒക്കെ ആ ഒരു സ്വർഗീയ ശരീരം ലഭിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ലോകത്തിൽ നമുക്കുള്ള ശരീരം ഇത് പാപസംബന്ധമാണ്, ഇത് മരണത്തിനും രോഗത്തിനും ഒക്കെ അടിമപ്പെടുന്നതാണ്. ഇനി പാപമില്ലാത്ത, രോഗമില്ലാത്ത, മരണത്തിനും ഒന്നിനും അധീനപ്പെടാത്ത തേജസ്സുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. ഫസ്റ്റ് ജോൺ 3:2 എങ്ങനെയാ പറയുന്നത്? നമുക്ക് നാം ദൈവപുത്രന് അനുരൂപരായി തീരുമെന്നാ പറയുന്നത്, അല്ലെ? സദൃശന്മാരായി തീരുമെന്നാ പറയുന്നത്. 1 യോഹന്നാൻ 3:2 നമുക്കറിയാവുന്ന വാക്യം വായിച്ചുവിടാം. അപ്പം നമുക്ക് പാപമില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, തേജസ്സുള്ള, മരണത്തിന് അടിമപ്പെടാത്ത ഒരു ശരീരം ലഭിക്കും. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഉടുപ്പ് ഞങ്ങൾക്കുണ്ട്, പക്ഷെ അത് ഞരങ്ങുന്നതാണ്, അത് ബലഹീനമാണ്. അത് കഴിയുമ്പോൾ അത് ബലഹീനമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ ആശിക്കുന്നത് നമുക്ക് ഒരു ശരീരം. 1 യോഹന്നാൻ 3:12. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പൊ നമുക്ക് ലഭിക്കാനുള്ള ഒരു ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായ ശരീരമാണ്. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരമാണ് നമുക്ക് കിട്ടുന്നത്. വെളിപ്പാട് 1:13 മുതലുള്ള വാക്യങ്ങളല്ലേ പറയുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ, നമ്മുടെ വിശ്വാസം ഉണ്ടോ നമുക്ക് അങ്ങനെ ഒരു ശരീരം കിട്ടുമെന്ന്? പക്ഷെ വചനം പറയുന്നു നമുക്കും അങ്ങനെയുള്ള ഒരു ശരീരം കിട്ടുമെന്ന്. വായിക്കാം, വെളിപ്പാട് പുസ്തകം 1:13, 14, 15. തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനാവിനെയും കണ്ടു. അപ്പം മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണു അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായു തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ, തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെ യോഹന്നാൻ കണ്ടേ അങ്ങനെയാ, അല്ലെ? ആ വചനം തന്നെയാ നമ്മളോടും പറയുന്നത്, നാം അവനോട് സദൃശന്മാരായി തീരുമെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുക, എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും. പക്ഷെ ഇതും വിശ്വസിച്ചേ മതിയാവൂ. കാരണം വചനം തന്നെ അങ്ങനെ പറയുന്നു, നാം അവനോട് സദൃശന്മാരാകും, ആ കർത്താവിനോട് സദൃശന്മാരാകും എന്ന് പറയുന്നുണ്ട്.
അപ്പം നമുക്ക് അങ്ങനെയുള്ള അതുകൊണ്ട് അത് അറിയുന്ന പൗലോസ് അപ്പോസ്തലനൊക്കെയാ കാരണം നമുക്ക് അത്രത്തോളം അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്രത്തോളം നമുക്ക് വചനമുണ്ടെങ്കിലും നമ്മൾ അത്ര പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല അല്ലെ. അപ്പൊ അത്രയും അറിവുള്ളവരാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങള് ഞരങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ക്രിസ്തുവിനോട് അനുരൂപമായ ഒരു സദൃശ്യമായ ഒരു ശരീരം കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് അവരറിഞ്ഞു, അതുകൊണ്ടാണ് അവര് അതിനുവേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിവിടെ ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവം ശരീരത്തിന് ആ ഒരു അകത്ത മനുഷ്യന് ഉടുപ്പ് തന്നിട്ടുണ്ട്. അത് ഈ ഭൗതിക ശരീരമാണ്, അതിപ്പോൾ നശിച്ചു പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ദൈവം ഒരു സ്വർഗീയമായ ശരീരം തരും എന്ന് പറയുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നു. ഇനി 4-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 4-ാമത്തെ വാക്യം. ഓക്കെ. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അപ്പൊ ഉരുവാനല്ല മർത്യമായത് നീങ്ങിപ്പോകുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതാണിത്, മർത്യമായതാണ്. അത് ജീവനാൽ നീങ്ങിപ്പോകണം. ഏത് ജീവനാൽ നീങ്ങിപ്പോകണം? ഈ മർത്യമായത് നിത്യജീവനാൽ നീങ്ങിപ്പോകണം എന്നാണ് അവിടെ പറയുന്നത്. മോർട്ടൽ വിൽ ബി swallowed up ബൈ ലൈഫ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. മോർട്ടൽ വിൽ ബി swallowed up ബൈ ലൈഫ്. ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും. ഈ മർത്യമായത്, ഈ മരിക്കപ്പെടുന്ന ശരീരം മാറി നമുക്ക് നിത്യജീവൻ ലഭിക്കും, അല്ലെങ്കിൽ ആ നിത്യജീവന്റെ ഫലമായ ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നാണ് അർത്ഥം. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണ്ട. അപ്പം നിത്യജീവൻ അല്ല, നിത്യശരീരം കിട്ടുമ്പോൾ നമ്മുടെ ഈ പഴയതെല്ലാം മാറിപ്പോകും എന്ന്. ഉരുവാനല്ല മർത്യമായ ജീവനാൽ നീങ്ങിപ്പോണ്ട് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കും. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞരങ്ങിക്കൊണ്ട് ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്, ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 53-54 വായിക്കാം. അവിടെ പറയുന്ന ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്തത്തെയും ധരിക്കണം. കാരണം ഈ ദ്രവത്വമുള്ളത്, ഈ മരിക്കുന്നത് ജീവനാൽ നീങ്ങിപ്പോകും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് ഡെത്ത് ഈസ് swallowed up ബൈ ദ വിക്ടറി. അപ്പൊ നമ്മുടെ ഈ മരണം നീങ്ങി നമുക്ക് ജയം വരും. ഈ മർത്യമായത് മാറിയിട്ട് നമുക്ക് അമർത്യമായത് ലഭിക്കും. അപ്പൊ സ്വർഗീയമായ നമ്മുടെ ശരീരം ലഭിക്കുമ്പോൾ പൂർണ്ണമായും നാം മരണത്തെ ജയിച്ചിരിക്കുന്നു. സ്വർഗീയമായ നമുക്ക് ശരീരം ലഭിക്കുമ്പോൾ പൂർണ്ണമായും നാം ഈ മരണത്തെ ജയിച്ചിരിക്കുന്നു. ഈ നിത്യജീവനു വേണ്ടി ഈ മർത്യമായതും ഈ ഭൗമികമായതും നീങ്ങിപ്പോകും. നിത്യജീവനു വേണ്ടി, എനിക്കറിയാം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെന്ന്, പക്ഷെ കുഴപ്പമില്ല, അത് ഏറ്റവും സിമ്പിൾ ആണ്. ആ നിത്യജീവനായിട്ട് ഈ മർത്യമായതും ഈ ഭൗമികമായതും നീങ്ങിപ്പോകുന്നു വെച്ചാൽ നമുക്ക് നിത്യജീവൻ കിട്ടുമ്പോൾ നമ്മുടെ ഈ ശരീരം ബലഹീനമാണ്, ഇത് മരിച്ചു പോകുന്നതാണ്, ഇത് താൽക്കാലികമാണ്, ഇതെല്ലാം നീങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ് നീങ്ങിപ്പോകുന്നത്? നിത്യമായത് ലഭിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അത് തരും. അത് നമ്മുടെ നിത്യജീവനുമായിട്ട് അപ്പം പൗലോസ് പറയുക, ഞങ്ങളുടെ ആഗ്രഹം നിത്യമായതാണ്, അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഞരങ്ങുന്നു. എങ്ങനെയാ ഞരങ്ങുന്നത്? ഭാരപ്പെട്ട് ഞരങ്ങുന്നു. നമ്മൾ കരയും, പക്ഷെ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഭാരപ്പെട്ട് കരയാറുണ്ടല്ലേ. ചിലപ്പം നമ്മൾ ചെറുതായിട്ട് ചിലപ്പം കഴിയും, പക്ഷെ നല്ല വിഷമം വരുമ്പോഴാണ് നമ്മൾ ഭാരപ്പെട്ട് കരയുന്നത്. അതുപോലെ ആ ഒരു അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഞങ്ങൾക്കൊരു തീവ്രമായ ഒരു ആഗ്രഹമുണ്ട്. വെറും ആഗ്രഹമൊന്നും അല്ല, ഞങ്ങൾക്കങ്ങ് ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹമാണ്. ഞങ്ങളുടെ അകത്ത മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളത്. അപ്പൊ നിത്യജീവനായിട്ട് ഈ മർത്യമായതും ഈ ഭൗമികമായതും നീങ്ങിപ്പോകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്കത് കഠിനമായ ആഗ്രഹമുണ്ട്, അത് നിത്യമായ ആഗ്രഹം, അത് ഞങ്ങൾക്ക് കഠിനമായ ആഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിന്, കാരണം അറിയാം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭൗമമായത് നശിച്ചു പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം കിട്ടും. ക്രിസ്തുവിനോടുകൂടെ തേജസ്സുള്ള ഒരു ശരീരം ലഭിക്കുന്നതുകൊണ്ട് ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
ഫിലിപ്പ് ലേഖനം 1:20 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വിടാം. എല്ലാം അറിയാവുന്ന വാക്യങ്ങളാണ്. 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് പറയാം. അപ്പം ഞാൻ രണ്ടിനാൽ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാകുമെന്ന് വേണ്ടിയിട്ടാ. കാരണം ഞാൻ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടും, അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ കാരണമാകുമെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണമെന്നുള്ളത്. അത് അത്യുത്തമമല്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും എന്റെ പരമമായ ലക്ഷ്യവും എന്റെ പരമമായ വാഞ്ചയും എന്റെ പരമമായ ആഗ്രഹവും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പം ഉരുവാനല്ല, ഞാൻ ഒന്നുകൂടെ വായിക്കാതെ, ഉരുവാനല്ല മർത്യമായത് ജീവനാൽ പോകേണ്ടതിനെ മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാം. നിത്യമായത് വരുന്നതിനു വേണ്ടി, ലഭിക്കുന്നതിനു വേണ്ടി ഈ മർത്യമായതും ഈ ഭൗമികമായതും ഒക്കെ നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം. ഓക്കെ. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആ ഞരക്കത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയത്. ആലോചിച്ച് നോക്കിയേ, ഞരക്കത്തിനും ഒരു ഒരുക്കം വേണം. ഈ സ്വർഗീയമായ ഞരക്കം, ആ സ്വർഗീയമായതിനു വേണ്ടിയുള്ള ഒരു ഞരക്കം നമുക്കുണ്ടാകണമെങ്കിലും നമുക്കൊരു ഒരുക്കം വേണം. സ്തോത്രം. കാരണം ആ ഒരുക്കമില്ലാതെ നമ്മൾ ഞരക്കം വരത്തില്ല. നാം ഒരുങ്ങണം. നമ്മെ സ്വർഗത്തിനു വേണ്ടി വിവാഹ നിശ്ചയം, ക്രിസ്തുവിന്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് കർത്താവ്. അതുകൊണ്ട് നാം ഒരുങ്ങണം. ആ ഒരു വാഞ്ച നമുക്കുണ്ട്. ആ സ്വർഗീയ മണവാട്ടി എന്നുള്ളൊരു വാഞ്ച നമുക്കുണ്ട് എങ്കിൽ മാത്രമേ ഒരു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യക തന്റെ മണവാളന് വേണ്ടി അല്ലെങ്കിൽ വിവാഹ ദിവസത്തിന് വേണ്ടി എത്രത്തോളം ഒരുങ്ങുമോ അത്രത്തോളം വാഞ്ച നമുക്ക് ഈ ഭൗമികമായ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ആ സ്വർഗീയ ശരീരം ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാകണം. ആ ഞരക്കം നമ്മൾ വേണമെങ്കിൽ നാം ഒരുങ്ങണം. ഞരക്കത്തിനും ഒരു ഒരുക്കം വേണം. ഞാന് ഒരിക്കലിങ്ങനെ ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്റെ മനസ്സിൽ തന്ന ഒരിതാണ്, ഞരക്കത്തിനും ഒരു ഒരുക്കം വേണം. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരുക്കമില്ലാതെ ഞരക്കം ഉണ്ടാകത്തില്ല. നമ്മളെ ഇപ്പോൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഈ നിമിഷവും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചന കേൾവിയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെ നമ്മെ ദൈവം അതിനുവേണ്ടി ഓരോ ദിവസവും ഒരുക്കുകയാണ്. എന്റെ പുത്രനു വേണ്ടി കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു മണവാട്ടിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം നമ്മെ പഠിപ്പിച്ച് നമ്മെ ഓരോ ദിവസവും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഞരക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ലൊരുക്കം വേണം. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളൊരു ശരീരം നമുക്ക് ശരീരവും മനസ്സും ദൈവത്തെ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വർഗീയമായ ആ ഞരക്കത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞരക്കത്തിനും ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഞരക്കമില്ലെന്നുണ്ടെങ്കിൽ നാം ഒരുങ്ങിയിട്ടില്ല എന്നാണ്. നമ്മ ഒരുക്കം തുടങ്ങിയിട്ടില്ല എന്നാണ്. നമ്മൾ ഒരുങ്ങിയിട്ടില്ല, പക്ഷെ നമ്മുടെ ഒരുക്കം തുടങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, നമ്മൾ ഞരക്കം ഉണ്ടോന്ന്. നമ്മൾ ഒരുങ്ങണം, അല്ലെ? ആ ഒരുക്കത്തിന്റെ അവസ്ഥയിലേക്ക് വരണം, നമ്മൾ ഒരുങ്ങുക. ഓക്കെ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എവിടെങ്കിലും ഒക്കെ ഒന്ന് പോകണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരുങ്ങും? അത്രയും ഒരുക്കം നമുക്കുണ്ടോ നമ്മുടെ സ്വർഗീയ ശരീരം ലഭിക്കാൻ വേണ്ടി? ഓക്കെ, നമ്മൾ ഒരുങ്ങണം. അപ്പൊ ഈ കൂടാരത്തിൽ
ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ ഓക്കെ ഇരിക്കുന്നു. അപ്പം ഞരക്കത്തിനും നമുക്കൊരു ഒരുക്കം വേണം. അപ്പൊ ആ നമ്മെ ഒരുക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവമാണ് നമ്മെ ഒരുക്കുന്നത്. എന്തിന്റെ അച്ചാരമാണ് ആത്മാവെന്നുള്ളത്? സ്പിരിറ്റ് ഈസ് ദ ഗ്യാരണ്ടി എന്നാ പറയുന്നത്. പുനരുദ്ധരിക്കപ്പെട്ട ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് ആത്മാവിനെ ദൈവം നമ്മൾ തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയും അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, അല്ലെ? ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന നാം എന്തിനു വേണ്ടിയാ? ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി അല്ല. സ്വർഗീയമായ ഒരു ശരീരം നമുക്ക് ആ ഒരു ഞരക്കം നമ്മൾ ഉണ്ടാകാൻ വേണ്ടിയാണ്, നമ്മെ അതിനു വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ സ്വർഗീയമായ ഒരുക്കം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്, നമ്മെ അതിനെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. വായിക്കാൻ കഥ പറയാനൊന്നും എനിക്ക് കഥ പറഞ്ഞാലൊന്നും ശരിയാവുന്ന കൂട്ടത്തിലൊന്നും അല്ല. എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറയാം. വളരെ ഒരു കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ, ഒരു വിശ്വാസി നമുക്ക് ചിന്തിക്കാം, ഒരു ദൈവദാസൻ തന്നെ ഇരിക്കട്ടെ. തൻ്റെ അയൽപക്കത്തെ ഒരു കഥയാണ്. അയൽപക്കത്തോടെ അല്ലെ നെയ്ബർഹുഡിലൂടെ താൻ സഞ്ചരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ വലിയൊരു ഭാരത്തിലാണ് ഇരിക്കുന്നത്. കഷ്ടതയിലൂടെ താൻ കടന്നു പോവുകയാണ്. വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പുള്ളി ആ ദേവദാസൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ തൻ്റെ ആ നെയ്ബർഹുഡിൽ തന്നെ വലിയൊരു പള്ളി പണിയുന്നുണ്ട്, ചർച്ച് പണിയുന്നുണ്ട്, മനോഹരമായ ഒരു പള്ളി. അതിന്റെ ഏകദേശം അതിന്റെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഒരു കല്ലുപണിക്കാരന് പുള്ളി നോക്കിയപ്പോൾ കൗതുകത്തോടെ തന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കല്ലുപണിക്കാരൻ ഒരു ചെറിയൊരു കല്ലെടുത്തിട്ട് ഒരു നല്ലോണം ഒത്തിരി സമയം എടുത്ത് അതിനെ സൂക്ഷ്മതയോടെ പണിഞ്ഞുകൊണ്ടിരിക്കുക ചെയ്ത്. അപ്പൊ പുള്ളിക്ക് കൗതുകം തോന്നി, ഒന്ന് നോക്കുക. അപ്പൊ കുറേ നേരം ഇങ്ങനെ വാച്ച് ചെയ്തു. അപ്പം വാച്ച് ചെയ്തപ്പം തനിക്ക് കൗതുകം, ഭയങ്കര സൂക്ഷ്മതയോടെ കുറേ സമയം എടുത്ത് എന്തിനാ ഈ കൊച്ചു കല്ലിനെ അല്ലെ ഒരു ചെറിയൊരു സാധനത്തെ ഇത്ര സൂക്ഷ്മതയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്നു. അപ്പം ഈ ദേവദാസൻ കല്ലുപണിക്കാരനോട് ചോദിച്ചു, എന്തിനാ ഇത്ര സമയം എടുത്ത് ഇത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോ ആ കല്ലുപണിക്കാരൻ പറഞ്ഞത്, ഈ കല്ല് ആ മനോഹരമായ ദേവാലയത്തിന്റെ ഏറ്റവും മേളിൽ വെക്കാനുള്ള കല്ല, അതുകൊണ്ടാണ് അത് ഇത്ര സൂക്ഷ്മതയോടെ അത് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അവിടെ ചെന്നിട്ട് പണിയാൻ ഒക്കത്തില്ല, അതുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ ഇരുന്ന് ഇത്രത്തോളം സൂക്ഷ്മതയോടെ പണിയുന്നത്. അപ്പം നമ്മൾ സ്വർഗീയമായ ഒരു ശരീരത്തിന് സ്വർഗീയമായ ഒരു നിത്യമായ ഒരു ഭവനത്തിന് വേണ്ടി നാം ഉള്ളവരാണ്. നമ്മളെ അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മെ ദൈവം പണിതുകൊണ്ടേയിരിക്കുന്നത്. ആ കൊച്ചു ചെറിയൊരു കല്ല് മേളിക്കൊണ്ടായി പണിയാനായിട്ട് ഒക്കത്തില്ല, അതുകൊണ്ട് അവിടെ മേളിൽ അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കല്ലുപണിക്കാർ ഇത്രത്തോളം സൂക്ഷ്മതയോടെ പണിതിരിക്കുന്നത്. അപ്പൊ ആ ദൈവദാസന് മനസ്സിലായി, ഞാൻ ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ദൈവം എന്നെ സ്വർഗത്തിന് വേണ്ടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കിക്കണ്ടേ, നമുക്ക് എത്ര കഷ്ടതകൾ വന്നാലും നമ്മൾ ഇവിടെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടത്തെ നോക്കിയല്ലേ? പക്ഷെ നമ്മൾ വരുവാനുള്ള ദൈവം നമ്മെ ഫിറ്റ് ചെയ്യാനിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് നമ്മെ ഇവിടെ പണിതുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ ദൈവം നമ്മെ പണിയുന്ന ദൈവത്തിന്റെ വലിയ പണിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഈ നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടതകള് ആ നിത്യ തേജസ്സിന്റെ ഘനമോർത്ത വെറും നൊടിനേരത്തേക്കുള്ളതാ, അല്ലെ? അത് വെറും ലഘുവായതാ. അതുകൊണ്ട് കർത്താവ് നമ്മെ പണിയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? സ്വർഗത്തിലേക്ക് നമ്മെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ദൈവം നമ്മെ സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നത്. ഓക്കെ, കുറച്ച് നമുക്ക് സമയം തീരാറായല്ലോ. അപ്പൊ നമുക്ക് സ്വർഗത്തിനു വേണ്ടി നമ്മെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്വർഗീയമായ ഒരു ശരീരം പ്രാപിക്കാൻ വേണ്ടി നാം ഒരുങ്ങണം. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 1:22 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ
1:22 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമുക്ക് ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ആത്മാവ് എന്ന അച്ചാരം, സ്പിരിറ്റ് ഈസ് ദ ഗ്യാരണ്ടി. എന്താണ് ഗ്യാരണ്ടി? നാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ പഠിച്ചല്ലേ, നാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ദൈവം നമ്മെ ഇഷ്ടപ്പെട്ടു, നമ്മെ വിലയ്ക്ക് വാങ്ങി, നാം ദൈവത്തിന്റെ സ്വന്തമാണ്. അതിന്റെ ആദ്യ ഗഡുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, ദൈവത്തിന് നമ്മെ ഇഷ്ടപ്പെട്ടു, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതിന്റെ ആ ഒരു ആദ്യ ഗഡുവാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിരുന്ന് നമ്മെ സ്വർഗത്തിന് വേണ്ടി, ഭൗതിക ശരീരം ആ ഭൗതിക ശരീരം മാറിയിട്ട് ആ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മെ ഒരുക്കും. ഓക്കെ, ആത്മാവിനാലാണ് ദൈവം നമ്മെ ഒരുക്കുന്നത്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. 26 ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26. ഓക്കെ, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. ഇതിനു വേണ്ടിയിട്ടാ ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരും. കർത്താവ് പറഞ്ഞതെല്ലാം, ഈ വചനത്തിലുള്ളതെല്ലാം നമ്മെ ഉപദേശിച്ചു തരും. എന്താ? ഈ ലോകത്തിന് അനുരൂപമാകരുത്, നിങ്ങൾ സ്വർഗീയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, ആ ലോകത്തിന് അനുരൂപമായി ജീവിക്കാൻ വേണ്ടി. യോഹന്നാൻ 16:8 വായിക്കാം. യോഹന്നാൻ 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. 13 വായിക്കാം, 13-14. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ ഞാൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട്. അപ്പം ആദ്യ ഗഡു നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനു വേണ്ടിയാ? ആ സ്വർലോകത്തിന് അനുരൂപമായി ആകേണ്ടവരാണ്, ക്രിസ്തുവിന് സദൃശന്മാരാകേണ്ടതാണ്. അതുകൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ഓർമ്മ തരികയും ഈ ലോകത്തിൽ എങ്ങനെ നടക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നതനുസരിച്ച് കർത്താവ് എങ്ങനെ പറഞ്ഞുവോ, പഠിപ്പിച്ചുവോ, ഉപദേശിച്ചുവോ അതനുസരിച്ച് നമ്മെ ഉപദേശിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റോമാലേഖനം 8:17 പറയുന്നു, നാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ 8:17 വായിക്കാം. നാം മക്കളെങ്കിലും അവകാശികളുമാവുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. 23 ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് ഞരങ്ങിക്കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്ന ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ആ ഞരക്കം നമ്മൾ ഉണ്ടാകുവാൻ വേണ്ടി ആണ്. നമുക്ക് ആ ഒരു സ്വർഗീയമായ ശരീരത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2-3 വാക്യങ്ങളൂടെ വായിച്ചിട്ട് ഞാൻ വിടാം, നിർത്താം. 2 കൊരിന്ത്യർ 11:2 ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് നാം. ആ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ്. അതിനുവേണ്ടി ആ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. റോമർ 5:5 പറയുന്നു, നമ്മുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നുവല്ലോ. നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം ഞരങ്ങിക്കൊണ്ട് ജീവിച്ചാലും കഷ്ടതയായാലും നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എഫേസ്യർ 1:13-14 വായിച്ചിട്ട് നമുക്കിവിടെ നിർത്താം ഈ ക്ലാസ്. ഓക്കെ, എഫേസ്യർ 1:13-14 പറയുന്നു, അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അവനിൽ നിങ്ങൾക്കും 1:13-14 അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി
വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകിയിരിക്കുന്നത് ദൈവം നാം സ്വർഗീയമായ ആ ഭവനത്തിനു വേണ്ടി കാംക്ഷയുള്ളവരായതുകൊണ്ട് അതിനു വേണ്ടി കാംക്ഷിക്കാനും നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുമാണ്. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കൊടുക്കാത്ത പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചൊക്കെ ദൈവം പറയുന്ന ലേഖനകർത്താവ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവർ നല്ലതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കിട്ടിയ നമ്മൾ എത്രത്തോളം പറയണം, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, സ്വർഗീയമായതിലേക്ക് ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഞാൻ ഇവിടെ നിർത്തിയാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ, അപ്പൊ ഞങ്ങളുടെ കൂടാരമായി ഭവനം നശിച്ചു പോകുന്നതാണ്. അത് അഴിഞ്ഞു പോയാൽ ദൈവത്തിന്റെ ദാനമായൊരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ വേണ്ടി അത് കഴിഞ്ഞ് ഉരുവാനെല്ലാം മർത്യമായത് നീങ്ങിപ്പോകേണ്ടത്. കാരണം നിത്യജീവനായിട്ട് ഈ മർത്യമായതും ഭൗമികമായതും എല്ലാം നീങ്ങിപ്പോകും. എങ്കിലും ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഭാരപ്പെട്ട് ഞരങ്ങിയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അസ്വർഗീയമായ ശരീരം ലഭിക്കാൻ വേണ്ടി. അതിനായി ഞങ്ങളെ ഒരുക്കുന്നത് ദൈവമാണ്. എങ്ങനെയാണ് ഒരുക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓരോ ദിവസവും വചന കേൾവിയിലും ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഈ ലോകത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിനോട് കൂടെ കോടാനുകോടി യുഗങ്ങളോളം ജീവിക്കാൻ വേണ്ടി, നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നാം അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി തീരണം. അതുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവം നമ്മെ വചന കേൾവിക്കായി കൂട്ടിക്കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.